ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് മസാല ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയ ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിടുന്നുണ്ട്. കുറച്ചധികം ഇടാം. അതിലേക്ക് ഞാനൊരു 4 പച്ചമുളക്, അതുപോലെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ ഒരു 1.5 വലിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ഗരം മസാല, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ചേർക്കുന്നത്. വേറെ പൊടികളൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. ശേഷം നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ഞാനൊരു 3 വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഉടക്കാനായിട്ട് എളുപ്പത്തിന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ, അതാ ഇതുപോലത്തെ ഗ്ലാസ് എടുത്തിട്ട് ഇതുപോലെ ഉടക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഉടഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മസാലയൊക്കെ ശരിക്കും അതിലേക്ക് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില, കുറച്ച് അധികം തന്നെ ഇട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും മല്ലിയില ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശയുടെ മാവൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1-2 തവി നിങ്ങളുടെ പാനിനനുസരിച്ചിട്ടുള്ള മാവ് ഒഴിച്ചിട്ട് നമുക്ക് എന്തോരം നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റും അത്ര നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മളിതിലേക്ക് നെയ്യോ അതുപോലെ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ ദോശയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിനെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മസാല ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയുടെ റെസിപ്പി. അപ്പോൾ വളരെ എളുപ്പമാണ്. നമുക്ക് ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് കൊതിയൊക്കെ തോന്നുമ്പോൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നന്നായിട്ട് മൊരിഞ്ഞാണ് നമ്മുടെ ദോശ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണല്ലേ ദോശ, മസാല ദോശ. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും താങ്ക് യു ഫോർ വാച്ചിങ്.